കാനഡ ചെന്നിട്ട് വേണം അവിടുത്തെ നയഗ്ര വാട്ടർഫാൾസ് വന്ന് ചാടാൻ. മമ്മി സമ്മതിച്ചാൽ മതിയായിരുന്നു. സുചായ, എന്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നോ? എടി, അത് നിന്റെ ബാഗിൽ കാണൂടി. ഷോ, കാനഡയ്ക്ക് പകരം കൊറിയയ്ക്ക് പോയാൽ മതിയായിരുന്നു. ചേട്ടാ, ജിന്നേച്ചിയുടെ കയ്യിലൊന്ന് പിടിച്ചോണേ. എടി ജിന്നി, ഇത് സ്റ്റക്കായിട്ട് നിൽക്കും. ഇതൊന്ന് ഇട്ട് തന്നേ. ജിന്നി ഇല്ലേ? ഹോബ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതൊന്ന് ഇട്ട് തന്നേ. ചേട്ടാ, ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയത്തില്ലേ ചേട്ടാ? എനിക്ക് അറിയുവൊക്കെ ചെയ്യാം. ഇത് സ്റ്റക്കായി നിൽക്കുവാന്നേ. ഇങ്ങതാ, ഞാൻ ഇട്ട് തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇടേണ്ടത്. ഗുഡ് മോർണിംഗ് പാസഞ്ചേഴ്സ്. ഇത് കിങ്ങിണിക്കുട്ടി എയർലൈൻസിന്റെ ഒരേ ഒരു ക്യാപ്റ്റൻ കിം വി ആണ് സംസാരിക്കുന്നത്. മോനെ, കിങ്ങിണിക്കുട്ടി അല്ലടാ, കിങ്ഫിഷർ. ഓക്കെ, കിങ്ഫിഷർ എങ്കിൽ കിങ്ഫിഷർ. ഇന്നാ ചേച്ചി എടുത്തോ, എനിക്ക് വേണ്ട. ഹലോ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവാ. എല്ലാരും ഹായ് പറഞ്ഞേ. ഹായ്. ഹലോ, ഹായ്. ജൂണപ്പ, കുർക്കുറെ വേണോ? കുർക്കുറെ നല്ല ടേസ്റ്റാ. ഇന്നാന്നേ കുറച്ച് കഴിച്ചോ? ചിന്നു മമ്മി, എനിക്കും വേണം പോളോ. മോനെ, അത് പോളോ അല്ലടാ, ഡോളോ. അത് കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയല്ല. ജിന്നേച്ചിക്ക് ഡോളോ വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം. മമ്മിക്ക് എന്നാ പറ്റി? ഹോസ്പിറ്റലിൽ പോണോ മമ്മിക്ക്? ഞാൻ ആ പൈലറ്റിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റ് തിരിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ജിമ്മിനെ പൊട്ടത്തരം വിളിച്ച് പറയാതടാ. നീ മിണ്ടായിരിക്കടാ, എനിക്കറിയാം എന്നാ ചെയ്യണമെന്ന്. മമ്മി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്നെ മമ്മി മിണ്ടാത്തെ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എടാ, ജിന്നേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അടങ്ങി ഒതുങ്ങി ആ സീറ്റിലെങ്ങാനും ഒന്നിരിക്കും. നീ എന്തിനാ ഈ സീറ്റിന്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നേ? ജിമിഷി, മര്യാദയ്ക്ക് വെള്ളം വേണോ? എടാ സെഹിൻ പൊട്ട, ആ കേസിന്റെ ഫയൽ ആ ഷെൽഫിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ വെക്കുവാ, നീ അതങ്ങ് എടുത്താൽ മതി. ഷുഗാങ്കളെ, അടുത്ത കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോണേ. ഇനി നിന്നെ കൂടി കൊണ്ടുപോകാത്തതിന്റെ കുറവേ ഉള്ളൂ. ജിന്നി, നീ എന്നെ ഭയങ്കര മൂഡൗട്ടായിട്ടിരിക്കുന്നത്. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അതൊന്നുമില്ല ജൂണേട്ടാ, എനിക്ക് തലവേദന വേണ്ട. പാവം എന്റെ ജിന്നി ഉറങ്ങിപ്പോയി. ഞാൻ എന്തായാലും ഇത് കഴിക്കാം. ഇവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? നല്ലപോലെ പുതപ്പിച്ചു വെക്കാം. ഈ അമ്മ എവിടെയാ? അവിടെ കണ്ടു പോയി കിടക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞ ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ കിടന്നിട്ട് ശരിയാവുന്നില്ലല്ലോ. എനിക്ക് ഈ പ്ലെയിൻ വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. അമ്മേ, എനിക്ക് അമ്മയുടെ അടുത്ത് കിടക്കണം. ഈ വെക്കേഷന് പോയ പോലെ എന്നെ ഒന്ന് വെറുതെ വിടത്തില്ല. ഈ കാൽക്കുലേഷൻസ് എല്ലാം ഇനി ഞാൻ തന്നെ ചെയ്യണം. എടാ ജിമിനെ, ഈ കാനഡയിൽ നല്ല പബ്ബൊക്കെ കാണൂല്ലേ? കാണുമായിരിക്കും. ഞാൻ അവിടുത്തെ പബ് ഓണറിന്റെ മോനൊന്നുമല്ലേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ഇവിടെ ഐറിഷ് ബോംബ് അവൈലബിൾ ആണോ? സോറി സാർ, എല്ലാവരും ഐറിഷ് ബോംബ് ഓർഡർ ചെയ്തുകൊണ്ടില്ല. ഇതെന്തൊരു ഫ്ലൈറ്റാ? ഐറിഷ് ബോംബ് പോലും ഇല്ലാത്ത ഫ്ലൈറ്റ്. ഞാനിവിടെ ഇറങ്ങിപ്പോയി, എനിക്കൊന്നും വയ്യ. രാവിലെ മുതൽ ഞാൻ പട്ടിണി. ആ സൂചാനോട് എന്തെങ്കിലും മേടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മേടിച്ച് തരികയില്ല. ആ എയർ ഹോസ്റ്റസിനോട് ഇച്ചിരി ഫുഡ് ചോദിച്ചപ്പോൾ അവളുടെ മുഖം കാണണമായിരുന്നു. ഞാൻ എന്താ ഫ്രീ ആയിട്ട് വന്ന് കയറിയ പോലെ. അവളെൻ്റെ സൂചാനായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ. അങ്ങേർക്ക് ഞാൻ കൊടുക്കാം. അപ്പാ, ഇങ്ങനെ കൂർക്കം വലിക്കാതെ എയർ ഹോസ്റ്റസ് ഒക്കെ കേൾക്കും. അയ്യോ, എൻ്റെ അമ്മ, എൻ്റെ നട ഉളിക്കേ. ചെറുക്ക, മര്യാദക്കിരിക്ക്. ഇത് നമ്മുടെ വീടൊന്നും അല്ല, ഇതിന് ഫ്ലൈറ്റാ. കീപ് യുവർ മാനേഴ്സ്. അതെ ജിമിനെ, ശുഗാങ്കളിനെ കണ്ട് പഠിക്കണം. കീപ് യുവർ മാനേഴ്സ്. പിന്നെ മാനേഴ്സ് പറയുന്ന കേട്ടാത്തൊന്നും നീ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നതെന്ന്. ശുഭച്ചായ, എന്റെ പൊന്നു ഹോബി, സമയം 1 മണി കഴിഞ്ഞു. നീ എന്നാ കാണിക്കുവോ ഇത്രയും ലേറ്റ് ആയിട്ട്? ശുഭച്ചായ, നിങ്ങൾ ആ എയർ ഹോസ്റ്റസുമായിട്ട് കൊഞ്ചിക്കൊരുന്ന് ഞാൻ കണ്ടായിരുന്നേ, ചതിയൻ. എന്റെ പൊന്നു ഹോബ, ഇതൊരു ഫ്ലൈറ്റ് അല്ല, നമ്മുടെ വീടല്ല. എനിക്ക് ഇവിടെങ്കിലും ഒരു ഇച്ചിരി സമാധാനം എന്താ? എയർ ഹോസ്റ്റസുമായിട്ട് ഞാൻ കൊഞ്ചി കൊഴിഞ്ഞു പോലും. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കേ. കൂക്കി, നിന്റെ ബാഗൊക്കെ എടുത്തല്ലോ അല്ലേ? ജൂണേട്ടാ, പേഴ്സും ഫോണും പാസ്പോർട്ടും എടുത്തോണം. ഇവിടെ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരല്ലേ. ഇല്ലേ, ഞാനല്ലേ എടുത്തിട്ടുണ്ട്. ജിമിനെ എഴുന്നേറ്റിട്ടില്ല. ജിമിനെ ഒന്ന് വിളിച്ചേ, അല്ലെങ്കിൽ അവൻ എഴുന്നേക്കുകയില്ല. എഴുന്നേക്കടാ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി.